തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള ഗ്രീൻ പീസ് മുട്ട മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇടാം. ഗ്രീൻ പീസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു 3 വിസിലെങ്കിലും വേവിച്ചിട്ട് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സവാള ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കാം. തക്കാളി ഒരുപാട് ഉടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് മുഴുവനായിട്ട് ചേർക്കാം. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഗ്രീൻ പീസുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് കുക്കായാലും മല്ലിയില കട്ട് ചെയ്തതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്.